വനഫ്സി ബിതഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കൃത്യമായ ഇസ്ലാമികമായ ഓരോ കാര്യങ്ങളെയും സാദിഖുൻ മസ്ദൂഖുമായ ഏറെ സത്യസന്ധനെന്ന വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ പ്രമാണങ്ങൾ അഖിലം വിശേഷിപ്പിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അധ്യാപനങ്ങളെ അതവിടുത്തെ ജീവിതത്തെ കൃത്യമായി നമുക്ക് വരച്ച് കാണിച്ചു തന്നിരിക്കുകയാണ്. സത്യസന്ധതയായിരിക്കണം വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. കളവുകളുടെ പിറകെ പോവുകയോ കളവിൻ്റെ പ്രചാരകരായി മാറുകയോ ചെയ്യരുത് എന്ന മെസ്സേജ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വകൂനൂ മഅസ് സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരുടെ കൂടെ മാത്രം നിങ്ങൾ അണിചേരുവീൻ. സത്യസന്ധതയാണ് ഒരു വിശ്വാസിക്ക് എപ്പോഴും സമാധാനം നൽകുക. കളവിൻ്റെ പ്രചാരകരാവുകയോ ജീവിതത്തിൽ കളവിൻ്റേതായ ആ ഒരു രീതിയിലുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉണ്ടാകുവാനോ പാടില്ല. കളവിനെ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഗൗരവം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെട്ട സ്വപ്നദർശനത്തിൽ അവിടുന്നൊരിക്കൽ കണ്ട സ്വപ്നമായിരുന്നു. ഒരു വ്യക്തിയുടെ വായയും അതുപോലെ തന്നെ മൂക്കും കണ്ണുമൊക്കെ കൂർത്തുമൂർത്ത രൂപത്തിലുള്ള വസ്തുക്കൾ കൊണ്ടിങ്ങനെ കൊളുത്തി പിരടി വരെ വലിച്ചു കീറുന്ന ഒരു ശിക്ഷ. ഒരു ഭാഗം പൂർത്തിയാകുമ്പോഴേക്കും മറുഭാഗത്തും അതേ ശിക്ഷ. തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ശിക്ഷയെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുണ്ടായിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി, ആ ശിക്ഷ നൽകപ്പെടുന്നത് ആർക്കായിരിക്കും? അവൻ്റെ വീട്ടിൽ നിന്ന് ഒരു കളവ് അവൻ പുറപ്പെടുവിക്കുന്നു. ഒരു കളവ് പുറപ്പെടുവിച്ചിട്ട് ആ ഒരു നുണയവൻ രാജ്യത്തൊട്ടാകെ അവൻ പ്രചരിപ്പിക്കുന്നു. ചക്രവാളങ്ങളിൽ മുഴുവനും അവൻ തൊടുത്തുവിട്ടിട്ടുള്ള ആ ഒരു കള്ളം, ആ ഒരു നുണ സമൂഹം ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നു. അതിന് കാരണക്കാരനായ ഈ കള്ളത്തരത്തിൻ്റെ ഉടമ ആരാണോ അവന് അനുഭവിക്കേണ്ടി വരുന്ന അതിതീക്ഷണമായ ബീഭത്സമായ ശിക്ഷയായിരിക്കും ഇതവൻ അനുഭവിക്കേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളും സത്യസന്ധരാവണം. കളവിൻ്റെ ഒരിടങ്ങളിലും ഉണ്ടാകുവാൻ പാടില്ല. അതിൻ്റെ പ്രചാരകരുമാവാൻ പാടില്ല. കളവുകൾ ഷെയർ ചെയ്യുന്നവരോ ഫോർവേഡ് ചെയ്യുന്നവരോ ആയിത്തീരാനും പാടില്ല. ഈ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിൽ വിശ്വാസികൾ ഏറെ ജാഗ്രത പുലർത്തേണ്ടുന്ന കാര്യമാണത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് സത്യസന്ധമായ ജീവിതം നയിച്ച് സത്യസന്ധരായ മഹാരഥന്മാരുടെ കൂടെ സ്വർഗവേദിയിൽ എത്തിച്ചേരുവാനുള്ള തൗഫീഖ് നൽകപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അബദ്ധങ്ങളും അപാകതകളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അവൻ പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ